നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. അമ്മ ഇങ്ങോട്ട് വന്നില്ലല്ലോ ഏട്ടാ. അതിനു മുമ്പ് ഏട്ടൻ ഇവിടുന്ന് പോകുന്ന എന്തിനാ? അമ്മ വന്നതിന് ശേഷം ഒരു സീൻ ഉണ്ടാക്കി പോകുന്നതിനേക്കാൾ നല്ലതല്ലേ അതിനു മുമ്പേ ഇറങ്ങുന്നത്. അമ്മയുടെ ജാമ്യ ഹർജി ഇന്ന് കോടതി പരിഗണിക്കുന്നുണ്ട്. ജാമ്യം കിട്ടിയാ അമ്മ ഇങ്ങോട്ട് തന്നെ വരും. ഒരു തവണ കൂടി ഇന്ദ്രേട്ടനും അനുചേച്ചിക്കും അമ്മയോടൊന്ന് ക്ഷമിച്ചൂടെ? നിങ്ങൾ ഇവിടുന്ന് പോകുന്നത് എല്ലാവർക്കും സങ്കടം ഇന്ദ്രേട്ട. ആ സങ്കടം പെട്ടെന്ന് മാറും പ്രതിഭേ. ഞങ്ങളിവിടെ നിന്നാലായിരിക്കും ഈ കുടുംബത്തിലെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ കൂടുന്നത്. അതൊക്കെ ഏട്ടന്റെ വെറും തോന്നല. അമ്മ എന്തായാലും പുതിയൊരാളായിട്ടായിരിക്കും തിരിച്ചു വരിക. ഏട്ടനൊന്ന് പരീക്ഷിച്ചു നോക്ക്. എന്നിട്ടും പിടിച്ചു നിൽക്കാനാവുന്നില്ലെങ്കിൽ ഏട്ടൻ പൊയ്ക്കോ. ഇല്ല, ഇനി ഒരു പരീക്ഷണത്തിനും ഞാനില്ല. തീരുമാനിച്ചത് തന്നെ. ഏട്ടാ, ഞങ്ങളാരും അല്ലല്ലോ അമ്മയെ ജാമ്യത്തിലിറക്കിയത്. ആരും അമ്മയെ ജാമ്യത്തിലിറക്കാൻ തയ്യാറായതിന് ഇന്ദ്രേട്ടൻ ഈ വീട് വിട്ടു പോകാൻ തയ്യാറായാൽ ഞങ്ങളൊക്കെ പിന്നെ എങ്ങോട്ട് പോവും? സത്യ, ഞാൻ പോയതുകൊണ്ട് ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. നിങ്ങളെല്ലാവരും അമ്മയെ ജാമ്യത്തിലെടുക്കാൻ തയ്യാറായവരാ. അതുകൊണ്ട് അമ്മയായിട്ട് ഒത്തുപോകാനും നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റണം. അമ്മ ജാമ്യത്തിൽ ഇറങ്ങുന്നതിനോ ഇവിടേക്ക് തിരിച്ചു വരുന്നതിനോ ഞാനെതിരല്ല. പക്ഷെ ഇനി ഒരുമിച്ച് പോകാൻ കഴിയില്ലെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു. ഇന്ദ്രേട്ടന് പോകാൻ അനുചേച്ചിയുടെ വീടുള്ളതുകൊണ്ടല്ലേ പെട്ടെന്ന് ഇറങ്ങിപ്പോകാൻ പറ്റുന്നത്. സത്യന് വേണമെങ്കിൽ പ്രതിഭയുടെ വീട്ടിലേക്കും പോവാം. അമ്മയോട് പ്രതിഷേധിച്ചെങ്കും പോകാനില്ലാത്തത് എനിക്കും സോനയ്ക്കുവാ. സത്യൻ എവിടെയും പോയില്ല ശ്യാം. പ്രതിഭ അമ്മയോട് ക്ഷമിച്ചില്ലേ? അമ്മയായിട്ട് സഹകരിച്ചു പോകണമെന്ന് പ്രതിഭയുടെ അച്ഛൻ വന്ന് പറഞ്ഞപ്പോ അവനത് അംഗീകരിക്കുകയും ചെയ്തില്ലേ? പ്രതിഭ അമ്മയോട് ക്ഷമിച്ചതുകൊണ്ട് സത്യേട്ടൻ അമ്മയെ അംഗീകരിക്കാൻ തയ്യാറായി. പക്ഷെ ഏട്ടൻ അമ്മയോട് ക്ഷമിക്കാത്തത് ഏട്ടത്തി സമ്മതിക്കാത്തത് കൊണ്ടാവുമല്ലേ? ഏട്ടത്തി പഞ്ചരത്നത്തിലേക്ക് പോയതും ഇന്നലെ ഏട്ടൻ വിച്ചുമോനെ ഇവിടുന്ന് അങ്ങോട്ടേക്ക് മാറ്റിയതും ഒക്കെ ഇവിടുന്ന് ഒഴിഞ്ഞു പോകാനുള്ള പ്ലാനിങ്ങിന്റെ ഭാഗമായിരുന്നു അല്ലേ? ഇതൊക്കെ ഇന്ദ്രേട്ടനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല എന്ന് ഞങ്ങൾക്കൊക്കെ അറിയാം. ഒക്കെ ഏട്ടത്തിയുടെ കളികളായിരിക്കും. ഏട്ടനിപ്പോ ഞങ്ങളെക്കാളൊക്കെ വലുത് അവരല്ലേ? അതേടി, എനിക്കിപ്പോ എല്ലാവരെക്കാളും വലുത് അനുപമ തന്നെയാ. അതിനുള്ള യോഗ്യത അവക്കുണ്ട്. നമ്മുടെ അമ്മ അനുവിനോട് ചെയ്ത ദ്രോഹം നിന്നോടാണ് അമ്മ ചെയ്തതെങ്കിൽ നീ ജന്മ അമ്മയെ അടുപ്പിക്കുമായിരുന്നോ? അമ്മ ഇവിടുന്ന് അവസാനമായിട്ട് ഇറങ്ങിപ്പോകുമ്പോഴും അനുവിനോട് പറഞ്ഞത് തിരിച്ചു വന്നിട്ട് നിനക്ക് കാണിച്ചു തരാടിയെന്നാ. എന്നിട്ടും അതുപോലും മറന്ന് അമ്മയെ ജാമ്യത്തിൽ എടുക്കണമെന്ന് എന്നോട് പറഞ്ഞവളാ അനു. ഞാൻ ചീരുവിനും കുഞ്ഞിനെയും കാണാൻ ഹോസ്പിറ്റലിൽ പോയപ്പോഴും അവൾ പറഞ്ഞത് അമ്മയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ അത് ചെയ്യണമെന്നാ. എനിക്ക് പറ്റുന്നതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് കൂട്ടിക്കും. പക്ഷേ അമ്മയുള്ള ഈ വീട്ടില് അനുവും ഞാനും ഇനിയും ഒരുമിച്ച് ജീവിക്കില്ല. അതെന്റെ തീരുമാനമാണ്, എന്റെ മാത്രം തീരുമാനം. അമ്മയുള്ള വീട്ടില് ഏട്ടത്തിയോടൊപ്പം ജീവിക്കില്ലെന്നല്ലേ ഉള്ളൂ. ഇപ്പൊ ഏട്ടത്തി ഇവിടെ ഇല്ലല്ലോ, പഞ്ചരത്നത്തിലല്ലേ.
അവരവിടുന്ന് തിരിച്ചു വരുന്നത് വരെ ഏട്ടൻ ഇവിടെ നിന്നൂടെ? അതെ ഏട്ടാ, അമ്മ തിരിച്ചു വരുമ്പോ ഏട്ടൻ ഇവിടെ ഉണ്ടാവണം. അമ്മ ഇനി ഈ വീട്ടിൽ എങ്ങനെ ജീവിക്കണമെന്ന് അത് ഏട്ടനും കൂടി വേണം തീരുമാനിക്കാൻ. ഇല്ല സത്യ, അമ്മയുടെ കാര്യത്തിൽ ഇനി തീരുമാനമെടുക്കാൻ ഞാൻ ആളല്ല. അമ്മ വരുന്നത് അമ്മയുടെ ഇഷ്ടത്തിന് ജീവിക്കാന്. എന്റെ ചെറിയൊരു ആവശ്യം അംഗീകരിക്കാൻ തയ്യാറായിരുന്നെങ്കിൽ അമ്മ ഇതിനു മുമ്പേ ജാമ്യത്തിൽ ഇറങ്ങുമായിരുന്നു. എല്ലാ കുറ്റവും അനുവിന്റെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമിക്കുന്ന നിന്നോട് അതുകൂടെ ഞാൻ പറയാം. അമ്മയെ ജയിലിൽ നിന്ന് ഹോസ്പിറ്റലിലേക്ക് മാറ്റിയപ്പോ ആരും അറിയാതെ ഞാൻ പോയി കണ്ടിരുന്നു നമ്മുടെ അമ്മയെ. അന്ന് ഞാൻ അമ്മയോട് ചോദിച്ചത്, ഇനിയെങ്കിലും ചെയ്തു പോയ തെറ്റുകൾക്ക് എല്ലാവരോടും ക്ഷമ ചോദിച്ച് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പറ്റുമെന്ന് മാത്രമാണ്. അതിന് അമ്മ തന്ന മറുപടി എന്താണെന്ന് അറിയോ നിങ്ങൾക്ക്?